സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ ഒരു 7-7:15 ആകുമ്പോഴേക്കും ഞാൻ കൈരളി ചാനൽ വെച്ച് നോക്കും. എന്താ കാര്യം എന്നറിയോ? ആ സമയത്ത് അവരുടെ തീം സോങ് അവർ പ്ലേ ചെയ്യും. ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു സന്തോഷം തോന്നുന്ന വളരെ ഗംഭീരമായിട്ടുള്ള വരികളൊക്കെയുള്ള നല്ല ട്യൂണുള്ളൊരു പാട്ടാണ്. നീലവാനിന് കീഴിലായി അലയാഴിതൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ. നമ്മുടെയൊക്കെ സ്ക്രീനുകളിലേക്ക് വന്നിരുന്ന, നമ്മൾ പണം കൊടുത്ത് തിയേറ്ററിൽ പോയി കണ്ടിരുന്ന, നമുക്കേറെ പ്രിയപ്പെട്ട, നമുക്ക് സന്തോഷവും ചിന്തകളും കുറച്ചൊക്കെ സങ്കടങ്ങളും ഒക്കെ തന്നിരുന്ന നമ്മുടെ പ്രിയ താരങ്ങൾ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് വൻ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരുപാട് പേര് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ പ്രതിപാദിച്ച് കണ്ടു. കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു അതോറിറ്റിയാണുള്ളത്. അവരൊരു പ്രത്യേക കാര്യം പഠിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചു. അതിനെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് സമർപ്പിക്കുക, കുറച്ച് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിന് കുറെ കൂടി അധികാരങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. റിട്ടയർഡ് ജസ്റ്റിസ് കെ ഹേമ, അഭിനേത്രി ശാരദ, റിട്ടയർഡ് IAS KB വത്സലകുമാരി, ഇവർ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, അതിനെ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ഒരുപാട് ചർച്ചകളും ബഹളങ്ങളും ഒക്കെ നടന്നു. നമുക്കിതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2017 മലയാളത്തിലെ ഒരു അഭിനേത്രി ആക്രമിക്കപ്പെടുകയും തട്ടിക്കൊണ്ടുപോകലും ആക്രമിക്കലും അവരുടെ സമ്മതമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തലും അടക്കം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒരുമിച്ച് നടന്നൊരു സംഭവമാണ്. ആ സംഭവത്തിൽ അവർക്ക് നീതി നേടിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ വരേണ്ട മാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരുന്ന കാര്യം. അവർ ഒരുപാട് ആളുകളെ നേരിട്ട് കണ്ടും വാട്സപ്പ് ചാറ്റിലൂടെയൊക്കെ ശേഖരിച്ച വിവരങ്ങൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, ഇൻ്റർവ്യൂ, വീഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു റിപ്പോർട്ടാക്കി 2019 ഡിസംബർ 31 നമ്മുടെ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചതാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി അവർ നേരിട്ട ബുദ്ധിമുട്ടുകളാണ് സത്യത്തിൽ ആ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ പേജുകളിൽ നമുക്ക് കാണാൻ പറ്റുക. കുറേ ആളുകളെയൊക്കെ കിട്ടാൻ പാടായിരുന്നു, പല ആളുകൾക്കും തുറന്നു പറയാൻ പേടിയായിരുന്നു. ഈ അഭിനേത്രിമാർ എന്ന് പറയുന്ന ഒരൊറ്റ കാറ്റഗറിയിലല്ല സ്ത്രീകളെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. സിനിമയിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അഭിനേത്രിമാർ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത്. ഒരുപാട് വിഭാഗങ്ങളിലായി സ്ത്രീകൾ ജോലി ചെയ്യുന്നൊരിടമാണ്. അവിടെ ഡാൻസേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകാൻ ആളുകളെ ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ആരും വരുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്ന് റിട്ടയർഡായി നിലവിൽ തമിഴ്നാട്ടിൽ എവിടെയോ കഴിയുന്ന ആളുകളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെയാണ് കമ്മിറ്റിക്ക് കിട്ടിയത്. അങ്ങനെ വിവരങ്ങൾ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന, അവരുടെ മുൻപാകെ ഹാജരാവുന്ന ആളുകൾക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്ന, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചു വിട്ടതുപോലെ പറഞ്ഞ ഒരുപാട് ആളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അതായത് ഇങ്ങനൊരു പഠനം നടക്കാൻ ഇടയായ സംഭവം എന്ന് പറയുന്നത് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ നിന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി വിവരങ്ങൾ ശേഖരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ മുന്നാകെ കൊണ്ടുവന്നിട്ട് ഇനി അത് പുറത്തേക്ക് വരാൻ നേരം വിവരാവകാശ നിയമപ്രകാരം ആളുകൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് ഒരു പ്രൊഡ്യൂസർ പോയി ഒരു ഹർജി സമർപ്പിക്കുകയാണ്. ഇതിലുള്ള വിവരങ്ങളും പേരുകളൊക്കെ പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ അത് കോടതി തള്ളി. അതിനുശേഷം ഏറ്റവും അവസാന നിമിഷം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ റിപ്പോർട്ട് കാണണം എന്നുള്ള രീതിയിൽ ഒരു അഭിനേത്രി മുന്നോട്ട് വരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസം ചാനൽ ചർച്ചയിൽ സജി നന്ദ്യാട്ട് എന്ന പ്രൊഡ്യൂസർ ഇരുന്നുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ടിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തി അതിനെ തുടർന്ന് മാധ്യമങ്ങൾക്ക് വിഴുപ്പലക്കാനുള്ള ത്വരയാണ് ഇതിൻ്റെ പിറകിലുള്ളത്, അല്ലാതെ നിങ്ങൾക്ക് നല്ല ലക്ഷ്യങ്ങളൊന്നും അല്ല ഉള്ളത് എന്നാണ്. അതായത് ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അതിന് മുൻപേ ഇപ്പോൾ ഹർജിയുമായി പോയ പ്രൊഡ്യൂസർ, അവസാന നിമിഷം വന്ന അഭിനേത്രി, തൊട്ട് മുൻപത്തെ ദിവസം ചാനൽ ചർച്ചയിലിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, ഇവരൊക്കെ ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമുഖരുടെ പേരുകൾ വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമെന്നും അതിനെ തുടർന്നുണ്ടാവുന്ന മാനഹാനിയുമാണ്. ദാറ്റ് ഇംപ്ലൈസ് ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്ന്. അവിടെ ഒരു ചെറിയ പ്രശ്നമില്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ജസ്റ്റിസ് ഹേമ നേരിട്ടാണ്. ഒരു സ്റ്റെനോഗ്രാഫറെ പോലും നിയമിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള വിവരങ്ങൾ പുറത്തു പോകരുത്. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അത് അവിടെ ഇരിക്കുകയാണ്. അത്രയും സീക്രട്ടായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത, അല്ലെങ്കിൽ വ്യക്തി വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അത്രയധികം അവർ പരിശ്രമിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, അതിൽ ഇന്നതാണ് വരാൻ സാധ്യതയുള്ളത്, ഇന്നതൊക്കെ ഉണ്ടാവും എന്ന് പുറത്തിരിക്കുന്ന കുറേ ആളുകൾ നേരത്തെ അറിഞ്ഞു. ആൻഡ് അവരതിനെ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ റിപ്പോർട്ട് പബ്ലിക് ആവുന്നതിന് മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എന്തായാലും റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നു. പക്ഷേ വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുന്ന
ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് അത് വന്നത്. ഏകദേശം 65 പേജുകളോളം ആ റിപ്പോർട്ടിൽ ഇല്ല. ആ റിപ്പോർട്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഞാനും ആലോചിക്കുന്നത്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് സൂചിപ്പിച്ച് തുടങ്ങി അത് കൺക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്തതിലേക്ക് പോകേണ്ട ഒരു ഘട്ടം വരുമ്പോഴേക്കും റിപ്പോർട്ടിൽ പേജുകളില്ല. ഉള്ള പേജുകളെ നമുക്ക് വായിച്ച് മുന്നോട്ട് പോകും തോറും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ കാര്യങ്ങളാണ്. മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അപ്പോൾ ആ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം, എത്ര ഹീനമായ കാര്യങ്ങളായിരിക്കാം? ഇതിനെക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് പഠിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. നിങ്ങളിത് പഠിക്കാൻ മെനക്കെടണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന പ്രൊഡ്യൂസർമാരോട് ചോദിക്കൂ. പിന്നെ ഈ റിപ്പോർട്ടിൽ നിലവിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും എന്നെ സംബന്ധിച്ചൊരു മലയാളി എന്ന നിലയിൽ അത്യാവശ്യം ന്യൂസൊക്കെ ഫോളോ ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ ഞെട്ടലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്നതിനോട് സിമിലറായ പല സംഭവങ്ങളും ഇതിനു മുൻപ് ആരോപണങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളും നിയമപാലകരുമടക്കം അധികം ആളുകളുടെ ഒന്നും മുന്നിലേക്ക് ചർച്ചയ്ക്ക് വരാതെ അല്ലെങ്കിൽ ആളി കത്തുന്നതിന് മുമ്പ് ആ തീയൊക്കെ അണഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത് പഠിച്ചിട്ട് പറയാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇതിനു മുൻപേ കണ്ടതുപോലെ വായിച്ചതുപോലെ ആളുകൾ എങ്ങനെയാണ് ചർച്ചയ്ക്ക് വന്നിരുന്ന് സംസാരിക്കുക? ശരി, പഠിച്ചതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ എത്രയും പെട്ടെന്ന് സംഘടനയിൽ നിന്ന് പുറത്താക്കും എന്നാണ്. അവർക്കെതിരെ പരാതി കൊടുക്കാൻ ഇതിൽ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് സമ്പൂർണ്ണ പിന്തുണയും കൊടുക്കുമെന്നും അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവരെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തും എന്നൊക്കെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിലെ മന്ത്രി പറയുന്നത് ഒരു സിനിമ കോൺക്ലേവ് നടത്തും എന്നുള്ളതാണ്, സീനിയറായ താരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത്, അടിസ്ഥാന തൊഴിലാളി വർഗം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മുതലാളിമാരുമൊക്കെയായി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തുന്ന വിരുന്നും അടച്ചിട്ട മുറിയിലെ ചർച്ചയും എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ആവുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആരോപണ വിധേയരായിട്ടുള്ളവർ, ഏറ്റവും മുൻനിരയിലുള്ളവരും, ചൂഷണം ചെയ്യപ്പെട്ടവർ, അതിനു പിന്നിലോ ഒരുപാട് താഴെയോ നിൽക്കുന്ന ആളുകളുമാണ്. ഈ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള അപസർപ്പക കഥകളൊക്കെ യൂട്യൂബിലിരുന്ന് പറയുന്ന ചില സംവിധായകർ അല്ലെങ്കിൽ സംവിധാന സഹായികളായിരുന്ന സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ആളുകൾ പലരും ചോദിക്കുന്നത്, ഈ സീനിയർ ആയിട്ടുള്ള താരങ്ങൾ നോക്കൂ, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, ഇവരോട് ചോദിച്ചു നോക്കൂ എന്നൊക്കെയാണ്. വളരെ സീനിയർ ആയിട്ടുള്ള നായിക പദവി അലങ്കരിച്ചിരുന്ന നടിമാർക്കുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ സിനിമയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തോന്നിന് ബാക്കിയുള്ളവർക്ക് എന്ന് ചോദിക്കുന്നത് എന്ത് മ്ലേച്ഛമാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തൊഴിലാളികളുടെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. തൊഴിലാളികൾ അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ് എന്ന് തുറന്നു പറയുന്നു. അവർക്ക് തുറന്നു പറയാനുള്ളൊരു ഭാഗ്യമുണ്ടെന്ന് വിചാരിക്കണം. പക്ഷേ ഇതുപോലെ അടച്ചിട്ടൊരു മുറിക്കകത്ത് തങ്ങളുടെ പ്രൈവസി ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന ഉറപ്പിന് പുറത്ത് മാത്രം തങ്ങൾ നേരിട്ട ഏറ്റവും ക്രൂരവും ഹീനവുമായ പ്രശ്നങ്ങൾ നേരിട്ട് പറയേണ്ടി വരുന്ന അത്രയും ഗതികെട്ട തൊഴിലാളികളുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രി. അങ്ങനെ തന്നെ വേണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ. അതല്ലാതെ സംസാരിക്കുമ്പോൾ നമ്മുടെ അഭിനേതാക്കളുടെയും മറ്റുള്ള തൊഴിലാളി വർഗ്ഗങ്ങളുടെയൊക്കെ മീറ്റിങ്ങുകളിൽ അവർ പറയുന്നത് എല്ലാം സൂപ്പറാണ്, ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് സ്വന്തം തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ പിന്നെ തൊഴിലേ ഉണ്ടാവില്ലെന്നും ചിലപ്പോൾ അവർ തന്നെ ഉണ്ടാവില്ല എന്നും അവർക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ അവരിതിനൊക്കെ ഭയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമാണ് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പരാതി പറയാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റബ്ബർ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഓപ്പണായി വന്നു നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനും അതുപോലെ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ അവരുമായിട്ട് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ തൊഴിലാളി നേതാക്കളുമായി ചർച്ച ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ആ ചർച്ചകളും മുതലാളിമാരുമായി നടത്തുന്ന ചർച്ചകളും അതിൻ്റെ വിവരങ്ങളും ഒക്കെ പൊതുജനങ്ങൾ അറിയാറുണ്ട്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കോൺക്ലേവ് നടത്തും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു തൊഴിൽ മേഖലയ്ക്കും ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് സിനിമാ മേഖലയ്ക്കുള്ളത്? പണം, പ്രശസ്തി. ഈ പണം എന്ന് പറയുന്നത് മറ്റൊരുപാട് മേഖലകളിലുള്ളതാണ്. പ്രശസ്തി അതെല്ലാ മേഖലകളിലും സുലഭമായി കിട്ടുന്ന ഒന്നല്ല. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു പ്രിവിലേജ് കൂടി പുരുഷന്മാർക്ക് ലഭിക്കുന്നുണ്ട്. അത് സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അപ്രഖ്യാപിത സ്വാതന്ത്ര്യം. റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് പോലെ ഇതെല്ലാവരും ചെയ്യുന്നതോ എല്ലാവരും നേരിടുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല, പക്ഷേ വലിയൊരു വിഭാഗം ഇത് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ അവസാനം പറഞ്ഞ പ്രിവിലേജ് ഒരു പ്രിവിലേജായി കണ്ടുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ സംഘടനാ തലത്തിലോ അല്ലാതെയോ ഫിലിം ഫീൽഡിലുള്ളവർ തുറന്നു കാണിക്കുകയും ശക്തമായ കൃത്യമായ നടപടികളോടെ മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ആരോപണം ഒരു ഇൻഡസ്ട്രിക്ക് മുഴുവൻ മോഡലായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. സന്ദേശം സിനിമയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന 2 യുവാക്കളെ കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവരെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കളാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കാണിച്ചത് മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരെയും കുറിച്ചല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആരെയാണ് എന്തിനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം
രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ചാടി ഇറങ്ങി പോകുന്ന, ജോലിക്കും കൂലിക്കും ഒന്നും പോകാതെ രാഷ്ട്രീയം പ്രധാന മേഖലയായി എടുത്തിരിക്കുന്നവരൊക്കെ യവന്മാരെ പോലെയാണ് എന്ന് പറയുന്ന പോലെയാണ്. ആരോപണങ്ങൾ അല്ലെങ്കിൽ ആരോപണ വിധേയരായവർ മുഖംമൂടികളില്ലാതെ പുറത്തു വരുമ്പോഴാണ് ഒരു ഇൻഡസ്ട്രിക്ക് മുഴുവൻ സാധ്യതയുള്ള ചീത്തപ്പേരിനെ നമുക്ക് ഒഴിവാക്കാനാവാം. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ചർച്ചകളിലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. മൂന്നാമത് പ്രിവിലേജ് എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചൊരു കാര്യം, അത് ഈ ഇൻഡസ്ട്രിയിൽ സുലഭമായ ഒരു കാര്യമായി റിപ്പോർട്ടിനും അതിനെ തുടർന്നുള്ള ചർച്ചകളിലൂടെയും ഒരു സാധാരണ മലയാളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ അതങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ടത് സിനിമാ മേഖലയുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. അവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ മുൻപ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ ഇരയെ കുറ്റപ്പെടുത്തി വേട്ടക്കാരനോടൊപ്പം നിൽക്കുക എന്ന നയമാണെങ്കിൽ സ്വാഭാവികമായും ഈ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ വാർത്ത കേട്ടപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങൾ ഞെട്ടിയോ? എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഞെട്ടലുണ്ടായില്ല. പക്ഷേ ഒരേ ഒരു കാര്യം എനിക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയായിരുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്, ഈ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട്, ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ആരോപണം. ഇതിലെനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല. എന്നെ ആദ്യമായി ഒരു സിനിമ റിവ്യൂ ചെയ്തതിന് ശേഷം വിളിച്ച് ഭീഷണിപ്പെടുത്തിയ നടൻ പറഞ്ഞത് യു ആർ മെസ്സിങ് വിത്ത് എ റോങ് പേഴ്സൺ എന്നാണ്. അതെങ്ങനെയാണ് അയാളൊരു റോങ് പേഴ്സൺ ആയിട്ട് മാറുന്നത്? അതായത് ഞാൻ ഒരിക്കലും ഏറ്റുമുട്ടാൻ പാടില്ലാത്ത ഒരു എതിരാളിയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അയാളൊരു വർക്ക് ചെയ്തു, അതൊരു ക്രിയേറ്റീവ് വർക്കാണ്. അത് എനിക്ക് അത്ര നല്ലൊരു വർക്കായിട്ട് ഫീൽ ചെയ്തില്ല. മാത്രമല്ല അതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ പേരിൽ ആ വ്യക്തിയെ അധിക്ഷേപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ തന്നോട് കളിച്ചാൽ ശരിയാക്കി കളയും എന്ന് പറയുന്ന ഭീഷണി. ഇനി ഇതുപോലെ സമാനമായിട്ട് മറ്റൊരു യൂട്യൂബർ, റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബറിന് നേരെയും സിനിമാ മേഖലയിൽ നിന്ന് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ആ ഭീഷണി വന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയോടും കൂടി ചേർന്നിട്ടാണ് എന്ന് ആലോചിക്കണം. പിന്നീട് ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു ചാനലിൽ വന്നിരുന്ന് വളരെ പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, പബ്ലിക്കായിട്ടിരുന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത്തരം ഭീഷണികളൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ സാധിക്കുന്നത്? അത് സ്വന്തം മസിലിൻ്റെ ബലത്തിലായിരിക്കുമോ? ഇപ്പോൾ ഒരുപാട് പ്രായമുള്ളൊരു പ്രൊഡ്യൂസറാണ് ഇതെന്ന് പറയുന്നത് വളരെ യങ്ങായിട്ടുള്ള ആ യൂട്യൂബറെ താൻ കൈകാര്യം ചെയ്യുമെന്ന്. അത് സ്വന്തം മസിലിൻ്റെ ബലത്തിലായിരിക്കില്ല, തനിക്ക് ഹയർ ചെയ്തെടുക്കാവുന്ന മസിലിൻ്റെ ബലത്തിലായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്ന റിവ്യൂ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ എന്നെ തല്ലുമെന്നോ കൊല്ലുമെന്നോ ഭീഷണിപ്പെടുന്നത് അയാൾ നേരിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണോ? അതൊരിക്കലും അങ്ങനെ ആയിരിക്കില്ലല്ലോ. അവർക്ക് ഹയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെന്നും അങ്ങനെ ഹയർ ചെയ്യാവുന്ന ആളുകളൊക്കെ തങ്ങളുടെ വിളിപ്പുറത്തുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം താൻ ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി തനിക്കെതിരെ വരാൻ പറ്റുന്ന കാര്യങ്ങളെയും ബ്ലോക്ക് ചെയ്യാൻ അയാൾക്ക് കഴിയും എന്ന കോൺഫിഡൻസിൻ്റെ പുറത്തല്ലേ. അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ കൺട്രോളിലാണ് എന്ന് പറയുന്ന ധൈര്യത്തിൻ്റെ പുറത്തല്ലേ. ആ ധൈര്യം മറ്റൊരു മേഖലയിലും ഒരാൾക്കുമില്ലാത്ത ഒരു ധൈര്യം എങ്ങനെയാണ് ഒരു സിനിമാക്കാരന് കിട്ടുന്നത്? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിവിലേജുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പണം, പ്രശസ്തി, പിന്നെ ഉന്നതരുമായുള്ള പിടിപാടുകൾ. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, എന്ന് വെച്ചാൽ ദിവസങ്ങൾക്ക് മുമ്പാണ്, സിനിമാ മേഖലയിൽ നിന്നൊരു പരാതി വരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉന്നത തലത്തിൽ നിന്ന് താഴേക്ക് വന്ന് വളരെ ഫാസ്റ്റായിക്കൊണ്ട് പോലീസ് വർക്ക് ചെയ്യുകയാണ്. മറ്റ് പല കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ്. വന്നാൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ്. പക്ഷേ അവന് പണി വരും, അവനെ ശരിയാക്കി കളയും എന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിനുള്ള ഒരു കരുത്ത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള, ഭീഷണി അനുഭവിച്ചിട്ടുള്ള, റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇത്രയുമാണ്. ഇനി തുറന്നു പറയാത്ത വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ റിവ്യൂ ചെയ്യുന്നവർ മാത്രമായിരിക്കില്ല, വേറെ എത്രയോ മേഖലകളിൽ ഇതുപോലെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ 12 വർഷത്തോളം ഒരു മാധ്യമ മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. 2 കമ്പനികൾ മാറി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവിടെയും പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളുണ്ട്. അതൊക്കെ കേട്ടിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഗുണ്ടാ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇനി ഇതൊന്നും വേണ്ട, 2017 ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ മാത്രം എടുത്തു നോക്കിയാൽ സിനിമാ മേഖലയിൽ ഗുണ്ടാ സംഘങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ടുണ്ടെന്നും അതിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ ഒരു സാമാന്യ യുക്തിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, തൊഴിലിടത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ആർത്തവ സമയത്ത് പോലും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന സ്ത്രീകളുടെ മാനസിക ശാരീരിക അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കും. പല വിധത്തിലുള്ള, പല തരത്തിലുള്ള, തമ്മിൽ ഒരു പരിചയമില്ലാത്ത 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് വസ്ത്രം മാറാനുള്ള സാഹചര്യം പോലും ഇല്ല. ഇരുട്ടടഞ്ഞ മുറി, കുറ്റിയില്ലാത്ത ഡോറ് തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സൗഹൃദ സംഭാഷണങ്ങളിൽ അടക്കം കേട്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് എത്രയോ ആളുകൾ പരാതികളായി മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിട്ടുള്ളതാണ്. തൻ്റെ കിടക്കയിലേക്ക് വലിഞ്ഞു കയറി വന്ന് കിടന്ന ഒരു അഭിനേതാവിനെ കുറിച്ച് ഒരു അഭിനേത്രി തുറന്നു പറഞ്ഞത് മലയാളികളുടെ മുമ്പിലാണ്. പിന്നെ ഭീഷണിപ്പെടുത്തി വശത്താക്കൽ, ഇങ്ങനെ ചെയ്താലേ അങ്ങനെ സംഭവിക്കൂ എന്ന് പറയുന്ന നിർബന്ധിക്കലുകൾ, അങ്ങനെ നിർബന്ധിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ആളുകൾ, കഴിവുള്ള ആളുകളെ ഒതുക്കുന്നത്. തിലകനും വിനയനും ഒക്കെ
നമ്മുടെ മുന്നിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് സംവിധായകൻ വിനയൻ സംസാരിക്കുന്ന സമയത്തും തന്നെ ഒതുക്കിയതിനെക്കുറിച്ച്, താൻ ഉൾപ്പെടുന്ന മാക്ട എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിൻ്റെ അടിവേരർത്ഥത്തിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നുണ്ട്. പ്രമുഖ നടൻ, ഇന്ന് സംസ്ഥാന മന്ത്രിയായി നിൽക്കുന്ന അഭിനേതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. മാധ്യമങ്ങളും പറയുന്നില്ല, ഈ സിനിമാ മേഖലയിലുള്ള ആളുകളും ഈ പേരുകളൊന്നും തുറന്നു പറയുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മാക്ട സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഈ പറയുന്ന പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ മാക്ടയുടെ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തകളിലൊക്കെയും പ്രത്യേകം എടുത്തു പറയുന്ന അഭിനേതാക്കളുടെ പേരുകളുമുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് ഒരു നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ആളെക്കുറിച്ച് ഇന്ന് സംസ്ഥാന മന്ത്രിമാരിൽ ഒരാളായ ആൾ പറഞ്ഞത് അയാൾക്കൊപ്പം നിൽക്കണം എന്നാണ്. ആ കേസിൽ പ്രതിക്കൊപ്പം നിന്നവരൊക്കെ ജനപ്രതിനിധികൾ വരെ ആയി എന്നുള്ളതാണ്. ഇനി ഈ റിപ്പോർട്ടിൽ എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പോക്സോ കേസ് വരെ ചുമത്താവുന്ന പ്രശ്നങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ചിത്ത എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിദ്ധാർത്ഥ് എന്ന് പറയുന്ന അഭിനേതാവ്, പുള്ളി സ്റ്റേജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ സെറ്റിലെ കുട്ടികളെ ഡീൽ ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ആ കുട്ടികളുടെ അടുത്ത് ഇടപഴകുന്നു, ആ കുട്ടികളെ ആര് കയ്യിലെടുക്കുന്നു, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ആ സിനിമ കൈകാര്യം ചെയ്ത വിഷയം അത്രയും സെൻസിറ്റീവ് ആയിരുന്നു. ആ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടൊരു സിനിമ ഒരുക്കുമ്പോൾ അവിടെ കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. അഭിനയം എന്ന മോഹവുമായിട്ട് കടന്നു വരുന്ന ആളുകൾ, അതിൽ കുട്ടികളടക്കം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അതൊരു സിമ്പിൾ കാര്യമല്ല. സിനിമാ മേഖലയിൽ നിലവിലുള്ള ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നതരായിട്ടുള്ള ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതൊന്നും കേൾക്കുമ്പോൾ തോന്നണമെന്നില്ല. കാരണം അവരുടെയൊക്കെ മക്കൾ വളരെ സുരക്ഷിതരാണ്. നിലവിൽ സിനിമാ മേഖലയിലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെയൊക്കെ മക്കൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, സിനിമാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് ശ്രമിക്കില്ല. പുതുതായി സിനിമാ മേഖലയിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക. അവിടെ കുട്ടികളെ അടക്കം ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മലയാളികളിത് ഗുരുതരമായി കണ്ടേ പറ്റൂ. അതിൻ്റെ കാരണം ആ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് നമ്മുടെ കൂടി സപ്പോർട്ടോടുകൂടിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ, ചില കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൊതു സ്വഭാവം ഇങ്ങനെയാണ്. ഒന്ന്, ആവശ്യങ്ങൾക്ക് വേണ്ടി കിടന്നു കൊടുത്തിട്ട് പിന്നീട് പതിവ്രത ചമയരുത് എന്ന് പറയുന്ന ഒരു ആരോപണമാണ്. രണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുപയോഗം ചെയ്യാനുള്ള ഉദ്ദേശവുമായി ആൾ വന്നു കഴിഞ്ഞാൽ ആളുടെ കരണക്കുറ്റിക്കൊന്ന് കൊടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരണം എന്ന് പറയുന്ന ഒരു കമൻറ്റാണ്. മൂന്നാമത്തെ കാര്യം, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും പണിക്ക് പോരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്നാണ്. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം, കിടന്നു കൊടുത്തിട്ട് പതിവ്രത ചമയരുത് എന്നുള്ളത്, നിങ്ങളുടെ സഹോദരി, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലിപ്പം എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന കാര്യം ഒരുത്തിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മയും പെങ്ങളെയും പറയണം എന്ന് പറയുന്നൊരു കഷ്ടകാലം നിറഞ്ഞൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വഴിക്ക് തന്നെ പോയി നോക്കാം. നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടി, അവൾ ഭരതനാട്യം അത്യാവശ്യം നന്നായിട്ട് ചെയ്യും, പോട്ടെ മോഹിനിയാട്ടം നന്നായിട്ട് കളിക്കും, അത്യാവശ്യം കഴിവുള്ളൊരു കുട്ടി തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അല്ലെങ്കിൽ പോട്ടെ അവിടെ അധ്യാപികയായിട്ട് ജോലി കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിനും പരിപാടിക്കൊക്കെ പോയി നോക്കി. പക്ഷേ ബാക്കി എല്ലാവർക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് പോലും അവിടെ അവസരം കിട്ടുന്നില്ല. വീണ്ടും ശ്രമിച്ചു നോക്കി, വീണ്ടും അവസരം കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രമുഖനായ വ്യക്തി പറയുകയാണ്, ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവുകയാണെങ്കിൽ കുട്ടിക്ക് ഞാൻ ഈ ജോലി തരാം. നല്ല കഴിവുള്ള കുട്ടി, തൻ്റെ കഴിവിനെക്കുറിച്ച് അത്രയും ബോധ്യമുള്ള ഒരാൾ, ഒരുപക്ഷെ ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോൾ കടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. അവൾ വീണ്ടും അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രൈ ചെയ്യും. അവിടെയും സിമിലർ സാഹചര്യം ഉണ്ടാകുന്നു. വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും സിമിലർ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുന്നു. എത്ര വട്ടം ആ കുട്ടി റെസിസ്റ്റ് ചെയ്യും. അവിടെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പോലെ കരണക്കുറ്റിക്കൊന്ന് കൊടുത്തിട്ട് അത് വേണ്ടെന്ന് വെച്ച് വന്നിട്ട് ഒരാൾക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ള, എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഉയരത്തിലേക്ക് കഴിവുണ്ടായിട്ട് പോലും എത്തിപ്പെടാൻ പറ്റാത്തതിന് കാരണം സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു വാങ്ങുന്ന, അത് കൊടുത്താലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാകുമ്പോൾ എന്താണ് ആ കുട്ടി ചെയ്യേണ്ടത്? നിങ്ങൾ പറയും, നിങ്ങളുടെ പെങ്ങളല്ലേ, ഒന്നിനും പോണ്ട, വീട്ടിൽ ഇരിക്കുമെന്ന് പറയോ? അങ്ങനെ ഒരു കുലപുരുഷനോ കുല സ്ത്രീയോ നിങ്ങളാണെങ്കിൽ എന്ത് കൊലയാണത്? പവർ പൊസിഷനിലുള്ള ആളുകൾ, അതായത് തീരുമാനമെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാവുന്ന വ്യക്തികളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകൾ, ഞങ്ങൾക്ക് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരികയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. രണ്ടുപേരും പ്രായപൂർത്തിയായിട്ടുണ്ടാവണം. പിന്നെ സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഭീഷണിപ്പെടുത്തിയോ ഇത് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടോ ഇതിലേക്ക് നിർബന്ധിക്കുന്നത്, വീണ്ടും ആ വാക്ക് തന്നെ വരുന്നത്, നിർബന്ധം. പക്ഷേ ആ നിർബന്ധം നിങ്ങൾ ഇത് ചെയ്താലേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ എന്ന് പറയുന്നൊരു നിർബന്ധമാണ്. ആ നിർബന്ധം എന്ന് പറയുന്നത് തനിക്ക് കിട്ടിയ അധികാരത്തിന് ദുരുപയോഗം ചെയ്യലാണ്. തിലകൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഓർക്കുന്നു, ഒരാൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടും പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ചേട്ടാ എൻ്റെ വീട്ടിലെ സാഹചര്യം, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. തിലകൻ ചേട്ടൻ എന്തുകൊണ്ടാണ് അയാളോട് നിനക്ക് ഈ സിനിമാ പണി വിട്ടിട്ട് വല്ല കൂലിപ്പണിക്ക് പോക്കൂടെ എന്ന് പറയുന്ന സ്ഥിരം സോഷ്യൽ മീഡിയ കമൻറ്റ് അദ്ദേഹത്തിനോട് പറയാൻ തോന്നാഞ്ഞ്? അതിന് കാരണം
ഒരാൾക്ക് അയാളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന, അയാളുടെ കഴിവിനെ ഉപയോഗിക്കാൻ പറ്റുന്ന, അയാൾക്കും കൂടി താല്പര്യമുള്ള ഒരു തൊഴിൽ മേഖല ഉണ്ടാവും. അങ്ങനെയുള്ള നിരവധി തൊഴിൽ മേഖലകളിൽ ഒന്ന് മാത്രമാണ് സിനിമ. അല്ലാതെ സിനിമാക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നതിന് പ്രത്യേക കൊമ്പ് കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ അങ്ങനെ ഉണ്ട് എന്നാണ് നിലവിലെ ചർച്ചകളിലൂടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു കൊമ്പ് അവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ. കഴിവുള്ള ഒരാൾക്ക്, ആഗ്രഹമുള്ള ഒരാൾക്ക് കടന്നു വരാനും വളരാനും കഴിയുന്ന ഒരു നല്ല തൊഴിലിടമായി മാറേണ്ട കാര്യമാണ് സിനിമ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അവഗണനകൾ ഏറ്റുവാങ്ങുക, ചവിട്ടും കുത്തുവാക്കും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ആൺകുട്ടി അനുഭവിക്കുന്നത് പോലെ ഒരുപക്ഷെ അതിലും ഭീകരമാണ്. കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത, ഒരു താല്പര്യമില്ലാത്ത ഒരു മനുഷ്യന്റെ വിയർപ്പ് പറ്റി കിടക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത്, അതിനൊരു പ്രിവിലേജായി കുറെ ആളുകൾ കാണുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല പ്രവണതയല്ല. ഇവിടെ കിടന്നു കൊടുത്തവരെ കുറ്റം പറയുന്ന ആൾക്കാർ കിടക്കാൻ ആവശ്യപ്പെട്ട ആളുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല. കിടക്കാൻ ആവശ്യപ്പെടുന്ന തരത്തിലൊരു തൊഴിലിടമായി ഒരു ഇൻഡസ്ട്രി മാറുന്നു എന്നുള്ളതിനെ അതിനെ മോശമായിട്ട് കാണുന്നില്ല. അപ്പോൾ കിടന്നു കൊടുത്തവരെ വേറെ മാർഗമില്ലാതെ ആക്കുന്ന, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ മറ്റാളുകളെ ഉപയോഗിച്ച് ബ്രെയിൻ വാഷ് ചെയ്തോ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം വരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഇൻഡസ്ട്രി മാറിയതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. പറയുന്ന മുഴുവൻ പേഴ്സണൽ ഒപ്പീനിയനാണ്, വലിയ പഠന റിപ്പോർട്ടുകളല്ല, ആധികാരികമായ എന്തെങ്കിലും സംഭവങ്ങളൊന്നുമല്ല. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. മന്ത്രി പറയുന്നു കോൺക്ലേവ് നടത്തുമെന്ന്. നല്ല പരിപാടിയാണ്. എല്ലാം പ്രമുഖരായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാവും, നല്ല കുറെ തമാശകൾ ഉണ്ടാവും, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറയുന്ന വാഗ്ദാനം ഉണ്ടാവും. അതിനപ്പുറം എന്തുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ റിപ്പോർട്ട് പഠിക്കാൻ പുറപ്പെട്ടിട്ടുള്ള കുറച്ച് സംഘടന തലപ്പത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. പക്ഷേ ഈ റിപ്പോർട്ടിൽ പേര് പരസ്യമാക്കാത്ത ഒരുപാട് പ്രിഡേറ്റേഴ്സ് ഉണ്ട്. ഒരുപാട് അക്രമകാരികളായ ഒരു തൊഴിലിടത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥലമാക്കി മാറ്റുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ പേരുകളുണ്ട്. അവരെ സൂചിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഈ റിപ്പോർട്ട് വന്നല്ലോ. ഈ റിപ്പോർട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിയാ, കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്യും, കഴിഞ്ഞൊക്കെ അങ്ങോട്ട് മറക്കാം. കഴിഞ്ഞൊക്കെ പോട്ടെ, ഇനി നമുക്ക് ഒന്നേം തുടങ്ങാം. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കാര്യമായിട്ട് ഇതുവരെ തെറ്റ് ചെയ്തവരെയൊക്കെ നമുക്ക് ക്ഷമിക്കാം. പിന്നെ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് ഇവിടം വെച്ച് ഈ പഴയ കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കില്ല എന്നൊരു ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കണോ? അതോ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പരാതി കൊടുത്തിട്ടുള്ള ആളുകളെ കൃത്യമായി നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവർക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം? ഇതിലേതാണ് ഭാവിയിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇതിലേതിലായിരിക്കും സിനിമാ പ്രവർത്തകരും നമ്മുടെ മന്ത്രിയൊക്കെ ചർച്ച ചെയ്ത ശേഷം ഒരു തീരുമാനത്തിലെത്തുന്നത്? എനിക്ക് ഫീൽ ചെയ്യുന്നത് മിക്കവാറും ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് ഇതെല്ലാം ചെന്നെത്താൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഈ കുറ്റം ചെയ്ത ആളുകളോ, ഇരയാക്കപ്പെട്ട ആളുകളോ, അവർക്ക് നിഷേധിക്കപ്പെട്ട നീതിയോ, ഇവിടെ പ്രേക്ഷകന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ. നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ. സിനിമാക്കാർക്ക് വേണമെങ്കിൽ ഒരു സിനിമാ സമരമാവാം, സിനിമാ തിയേറ്ററുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാം. എന്നാൽ അതേസമയം ജനങ്ങളുടെ നികുതിപ്പണം ചെലവഴിച്ചുണ്ടാക്കിയ ഈ റിപ്പോർട്ടിലെ പൂർണ്ണ വിവരങ്ങളും പ്രസിദ്ധപ്പെടുത്തണമെന്നും ഇതിൽ കുറ്റക്കാരായ ആളുകളെ ജുഡീഷ്യറിക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നും അർഹരായവരെ ശിക്ഷിക്കണമെന്നും അതുവരെ ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നില്ല എന്ന് പറഞ്ഞൊരു സമരം ചെയ്യാൻ പ്രേക്ഷകനെ കൊണ്ട് പറ്റില്ലല്ലോ. തൽക്കാലം ഞങ്ങൾക്ക് റീലുകളുണ്ട്, യൂട്യൂബ് ഉണ്ട്, അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അവിടെയൊക്കെ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട്. ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നോളാം. ഒന്നും പറ്റിയില്ലെങ്കിൽ നല്ല പാർക്കുണ്ട്, ഓപ്പൺ എയറൊക്കെ ശ്വസിച്ച്, പിന്നെ ബീച്ചുണ്ട്. തൽക്കാലം ഞങ്ങൾ അങ്ങോട്ട് തിരികെയാണ്. ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുന്നവരെ സിനിമ കാണാൻ പോകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം മലയാളികളുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ ഉള്ളവരിൽ ഒരുപാട് ആളുകൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ വേണ്ടത് സിനിമാ മേഖലയെ അപ്പാടെ തകർക്കുന്ന പരിപാടികളല്ല, എല്ലാവരെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്ന രീതിയുമല്ല. അവഗണനകൾ അനുഭവിക്കേണ്ടി വന്ന, ദുരുപയോഗം ചെയ്യപ്പെട്ട, ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് നീതി ഉണ്ടാവുന്ന തരത്തിലെ ഒരു തീരുമാനം തന്നെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടായേ പറ്റൂ. പിന്നെ പവർ ഗ്രൂപ്പ്, ഇപ്പോൾ ഉള്ള പവർ ഗ്രൂപ്പിനെ കണ്ടെത്തി നമ്മൾ തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുന്നത് 2019 ഡിസംബറാണ്. അതായത് അതിന് മുൻപ് നിലനിന്നിരുന്ന ഒരു പവർ ഗ്രൂപ്പാണ്. ആ പവർ ഗ്രൂപ്പിൽ എത്ര പേർ ഇപ്പോഴും പവറിലുണ്ട് എന്നുള്ള കാര്യവും, ഒരുപാട് ഡൈനാമിക്സ് ചേഞ്ചുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വേലിയേറ്റ ഇറക്കങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പവർ ഗ്രൂപ്പ് ഇപ്പോഴും പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടോ? ഇനി ആ പവർ ഗ്രൂപ്പിനെ മൊത്തത്തിൽ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ, ആ പവർ ഗ്രൂപ്പ് അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? അടുത്തൊരു പവർ ഗ്രൂപ്പ് ഉണ്ടാവും. അതെല്ലാ തൊഴിലിടങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു ഓഫീസിൽ ബാക്കിയുള്ളവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളുടെ ഒരു ചെറിയ കൂട്ടം ഉണ്ടാവും. അവർക്ക് ഉന്നതങ്ങളിലും പിടിയിട്ടുണ്ടാവും, ഓഫീസിലെ സെക്യൂരിറ്റിയെ കൊണ്ടുവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള പവറും ഉണ്ടാവും. അതുപോലൊക്കെ തന്നെയാണ് ഒരു
സിനിമാ മേഖലയിൽ തന്നെ വലിയൊരു തൊഴിലാളി സംഘടനയെ 10-15 പേരടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഇല്ലായ്മ ചെയ്തു എന്ന് പറയുന്നു. അത്രയും വലിയ ആരോപണങ്ങൾ വരെ നേരിടുമ്പോൾ ആ പവർ ഗ്രൂപ്പ് എന്ത് പവറായിരിക്കും. അതേസമയം ഓഫീസിൽ ഇതുപോലെയുള്ള പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? അവിടെ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇതുപോലൊരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആ രീതിയിലൊരു സെറ്റപ്പ് ഉണ്ടാവും. അങ്ങനെയൊന്ന് സിനിമയിലെ പണത്തിൻ്റെ, പ്രലോഭനങ്ങളുടെ, ഭീഷണിയുടെ വലയത്തിൽപ്പെടാത്ത, ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും നിയമപരമായി ഇടപെടാൻ കഴിയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ കുറേ ആളുകളുടെ പവറിന് വലിയ വിലയില്ലാതെയാവും. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി വരാൻ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് സർക്കാരിന് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റാത്തൊരു സർക്കാരാണോ നമുക്കുള്ളത്? ഇനി അങ്ങനെ പ്രലോഭനങ്ങളിലൊന്നും വീഴാത്ത, ഭീഷണിയിലൊന്നും തളരാത്ത ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിളാണ്? അത് നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വലിയ ചർച്ചയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണമായിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന അവഗണനകൾക്കും നീതികേടിനും ഇരയാക്കപ്പെട്ട കുറേ ആളുകൾ. അതിനി സംഭവിക്കാനുള്ള സാധ്യത ഒരല്പം കുറഞ്ഞേക്കാം എന്ന പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.